എല്ലാ സൺഡേയും ഉമ്മമ്മ എന്തേലൊക്കെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും. ഈ പ്രാവശ്യം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉമ്മമ്മ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോഴേ ഉമ്മമ്മ ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെയൊന്ന് കണ്ടാലോ? ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പൊ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ കാണാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ഇട്ട് ഇളക്കി കൊടുക്കുക. ഇനി 3 സ്പൂൺ ഗീയും ഇട്ട് ഗാർലിക്കും ചെറിയുള്ളിയും ജിഞ്ചറും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി ഇടുന്നുണ്ട്, ചെറിയുള്ളി ഇടുന്നുണ്ട്, ഇനി പച്ചമുളക് ചതച്ചതും മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി തക്കാളിയും തൈരും നാരങ്ങ നീരും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉമ്മമാനോട് വീഡിയോ എടുക്കുക പറയുന്നതിന് മുന്നേ ഉമ്മ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും പുതിന മല്ലിച്ചപ്പ് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ കഴുകി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചു നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ മിക്സ് ചെയ്യാതെ മുകളിൽ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് അടപ്പിന്റെ മുകളിൽ കുറച്ച് കനൽ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.